എവിടെ നിന്ന് ഒപ്പിച്ചെടുത്തടാ ഇതുപോലെ ഒരെണ്ണത്തിന്? സൂപ്പർ സോൾട്ട് മാതിരി നല്ല വൈറ്റ് കളറാണല്ലോ ഇവൾക്ക്. എവിടെ നാടാ? ആരാടാ ഇവള്? പേരെന്നാടാ? ഐശുന്ന. ഐസ്യൂവില ഐശ്വര്യ ചേട്ടാ. ഐശ്വര്യ എന്നാ ഞാൻ നോക്കട്ടെ. അവനെ പിടിച്ചോ. ഐശ്വര്യ ലവ് സക്സസ് ആയത് നമുക്ക് ആഘോഷിക്കണ്ടേ? ഹായ് കാർത്തിക്, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ കൂട്ടോ? ഇപ്പൊ തന്നെ നിന്നെ കണ്ട കെട്ടിപ്പിടിച്ച് ഒന്ന് നിർത്ത് കൊച്ചേ. അവിടുന്ന് തരുന്നത് ഇവിടെ പൊട്ടിത്തെറിക്കുവാ. ഐശു ഫോണിന്റെ സ്പീക്കർ ഓണിലാണ്. ഹലോ, നിങ്ങളാരാ? ഞാനാ മോളെ, ഗണേശൻ. ഗണേശനോ? ഏത് ഗണേശൻ? കാർത്തിക്കിന്റെ ഫ്രണ്ട് VTV ഗണേശൻ. സോറി സോറി സർ, ഞാൻ കാർത്തിക് എന്നാ വിചാരിച്ച. അല്ല, അങ്ങനെ വിചാരിച്ചുകൊണ്ട് സാരമില്ല മോളെ. നമുക്ക് വരുന്ന ഫോൺ ആദ്യം എടുക്കുമ്പോ ഹലോ എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നാ മറ്റേ തലക്കുള്ള ആള് മഞ്ഞകെട്ട പോലെ അലിഞ്ഞില്ലതാവും. സോറി സർ, സോറി സർ, വൺ സെക്കൻഡ്. കാർത്തിക്കിന് ഒരു പെണ്ണിനോട് ഇത്രയും താല്പര്യം തോന്നുകയാണെങ്കിൽ അത് വലിയ കാര്യം. എനിക്ക് കുട്ടിയൊന്ന് കാണണമല്ലോ. നാളെ കാർത്തിക്കിന്റെ ബർത്ത്ഡേ. കുട്ടിയെ അറിഞ്ഞില്ലേ? നിങ്ങൾ രണ്ടുപേരോട് മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്താലുണ്ടല്ലോ വീടില്ല ഞാൻ. ടുമോറോ ഈസ് മൈ ട്രീറ്റ്. ഓക്കെ, ബൈ. ഓക്കെ സർ, ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ കാർത്തിക്. ഹാപ്പി ബർത്ത്ഡേ. എനിക്കാണോ നീ തരേണ്ടത്? വായി വെച്ച് കൊടുക്കേണ്ട ആള് ദേ നിൽക്കുന്ന അവിടെ കൊടുക്കടാ. ഓൾ ദി ബെസ്റ്റ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ? തരും, വാങ്ങിച്ചോടാ. അല്ല, ഹാപ്പി ബർത്ത്ഡേ. ഓ, അല്ല മോതിരോ? അടച്ചു പൂട്ടി വെച്ചാൽ അങ്ങനെ അവന്റെ കയ്യിലോട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ മൊത്തം കാര്യങ്ങളും ഒക്കെ ആയനെ. സ്മൂത്തായിട്ട് കേറുന്നു, ഒരു കുഴപ്പമില്ല. കാർത്തികേ, നിന്റെ സോൾട്ട് ആൻഡ് പെപ്പർ വർക്ക് ചെയ്ത് തുടങ്ങിയടാ. ഇത് ബർത്ത്ഡേ പോലെ അല്ലടാ എനിക്ക് തോന്നുന്നേ, വേറെ എന്തൊക്കെയോ പോലെ എനിക്ക് അങ്ങ് തോന്നുവാ. ഓ, കണ്ണുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാ? നിന്നെ വിളിക്കുന്നു, പോയിട്ട് വാ. എൻജോയ് യുവർ ബർത്ത്ഡേ. നിങ്ങൾ കഴിച്ചോളൂ. ബൈ ബൈ ബൈ. കാർത്തി, ഇന്ന് എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് അറിയോ നിനക്ക്? മനസ്സ് നിറയെ സന്തോഷം. ഇതേപോലെ നിന്റെ അടുത്ത ബർത്ത്ഡേക്ക് എനിക്ക് നിന്റെ വൈഫ് ആകണമെന്നുണ്ട്. അത് നടക്കോ? ഏയ്, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? തീർച്ചയായും നടക്കും. ഞാൻ ഇന്ന് തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. നീ നിന്റെ വീട്ടിൽ പറയണം. എനിക്ക് അച്ഛനമ്മ അങ്ങനെയൊന്നും ആരുമില്ല കാർത്തിക്. എന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല. 3 വയസ്സിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. അതിനുശേഷം ഞാൻ ഒരു ഹോമിലാണ് വളർന്നത്. അവിടെ തന്നെയാ പഠിച്ചതും. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം. ഇപ്പൊ ഈ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ട്. എന്നാ കണ്ണു അടച്ചാലോചിച്ചാൽ എനിക്കിന്ന് ഒരാള് പോലും ഇല്ല. ആരുമില്ല കാർത്തിക്. ഞാൻ കൂടെ ഉണ്ടാവും. നിനക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാമായി ഞാൻ ഉണ്ടാവും. ഇന്നു മുതൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കാർത്തിക്. സന്തോഷമായ? ഐ ലവ് യു. എടാ ജിമ്മാൻ, നീ എന്താണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അതല്ലേ ഏട്ടാ, ഇന്നു മുതൽ ജീവിതത്തിനൊരു മാറ്റം വരുത്തണം. ജോലി മുടങ്ങാതെ ഒരുപാട് സമ്പാദിക്കണം. വെരി ഇൻട്രസ്റ്റിംഗ്. പറ കേക്കട്ടെ. നാളെ വൈകിട്ട് കാർത്തിക്കിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ പോവാ ഞാൻ. കാർത്തിക്കിനെ എന്നെ ഇഷ്ടപ്പെട്ടതുപോലെ അവന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടപ്പെടണം. ആകെ ടെൻഷൻ ആവുന്നു എനിക്ക്. അവൾ അച്ഛനും അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ. എന്നിൽ അവൾക്ക് വിശ്വാസം. അവൾക്കൊരു കുറവും വരുത്താതെ എനിക്ക് നന്നായിട്ട് നോക്കണം. സോ കല്യാണത്തിന് ശേഷം ഉറപ്പായിട്ടും കാർത്തിക്കിനെ ഞാൻ ജോലി ചെയ്യുന്നത് ഇഷ്ടാവില്ലെന്നാ തോന്നുന്നത്. അവന്റെ അച്ഛനും അമ്മയും അത് സമ്മതിക്കില്ല. സോ നാളെ തന്നെ ഞാൻ ജോബ് റിസൈൻ ചെയ്യാൻ പോവാ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് കാശ് തരാം നിനക്ക്. സ്വന്തമായിട്ടൊരു ജിംനേഷ്യം നീ സ്റ്റാർട്ട് ചെയ്യും. കൈ നിറച്ച് സമ്പാദിക്കണം നീ.
ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോ. ചേട്ടാ നിനക്ക് എപ്പോ കഴിയുമോ അപ്പൊ നീ എനിക്ക് കാശ് തിരിച്ചെന്നാ മതിയുടെ കാർത്തിക്. താങ്ക്സ് ചേട്ടാ. യെസ് മാൻ. എടി നീ എവിടാ? റിസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക. ഐഷു എടുത്തു ചാടല്ലേ? ആദ്യം നീ ഡേ ടു ഡേ മാഗസിൻ വാങ്ങി പേജ് നമ്പർ 64 നോക്ക്. അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ ഇത്? അതെ, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ജിം കോച്ചുമായി പ്രണയമോ? നടി മനസ്സ് തുറന്നു. കണ്ടിന്യൂ. ദോ. ഏയ് പറയടി പെണ്ണുമ്പിള്ളേ. കാർത്തിക്, ഇപ്പൊ നീ എവിടെയാ ഉള്ളത്? ജിമ്മിലാടി. നിന്റെ ജിം എവിടെയാണ്? ഹയാട്ട് ഞാൻ ഹോട്ടലിൽ. അങ്ങോട്ട് വരിക. എനിക്ക് ഉടനെ നിന്നെ കാണണം. എന്താ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആ ഡേ ടു ഡേ മാഗസിൻ കണ്ടോ നീ? ഓ ചെയ്യ്. ചേട്ടാ കൈ ഇങ്ങനെ വെക്ക്. ശരീരത്തോട് ചേർന്ന് കൈ കുറച്ച് പൊങ്ങിയിരിക്കണം. സ്പീഡ് സ്പീഡ് കുറച്ച് കൂടും. ഏയ് ഐഷു, ഐഷു, ഐശ്വര്യ, ഐഷു, ഐശ്വര്യ, ഐശ്വര്യ നിക്കാൻ. ഐശ്വര്യ എന്ത് പറ്റി നിനക്ക്? എന്താ ഇത്? അതെല്ലാം അകത്ത് പോയി സംസാരിക്കാം വാ. എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞാ മതി. ഐഷു, പ്രണയിക്കുമ്പോൾ സംശയം മാത്രം വരാൻ പാടില്ല. തമ്മിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. മറിച്ച് സംശയം തോന്നിയാലുണ്ടല്ലോ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കില്ല. അവരവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എഴുതിയതായിരിക്കും. ഇന്ന് ഇന്ന് ഈ നടിയെക്കുറിച്ച് ആയിരിക്കും എഴുതിയത്. നാളെ വേറെ നടിയെ ഞാൻ ട്രെയിൻ ചെയ്താൽ അവരെക്കുറിച്ചും ചിലപ്പോൾ എഴുതിയെന്നിരിക്കാം. ഇതെല്ലാം ഇങ്ങനെ വലുതാക്കാൻ നോക്കിയാൽ ആരൊക്കെ എന്ത് വേണമെങ്കിൽ എഴുതിക്കോട്ടെ. നീ ഒരു ജിം കോച്ചാണോ? ആ അതെ, ഞാൻ കോച്ചാണ്. എന്താ? ഏയ് ഏയ് നീ ദേഷ്യപ്പെട്ട് എങ്ങോട്ടാ ഐശ്വര്യ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നീ എന്നെ മനഃപൂർവ്വം ചതിച്ചതാണ്. ബ്ലഡി ചീറ്റ്. ഏയ് ഞാനോ? മാറി നിൽക്ക്. മതി അഭിനയിച്ചത്. ഏയ് ഏയ് ഐശ്വര്യ എന്താ പറയുന്നേ? ഞാൻ ചതിച്ചു? അതെ, എന്താ സംശയം? എന്നെ കണ്ടത്, സംസാരിച്ചത്, സ്നേഹിച്ചത് എല്ലാം അഭിനയം തന്നെയാ. ഇല്ലെങ്കിൽ ഒരു സാധാരണ ജിമ്മിൽ ജോലി ചെയ്യുന്ന നീ എന്തിനാ എന്റെ മുന്നിൽ വലിയ റിച്ച് പോലെ അഭിനയിച്ചത്? ഏയ് ഞാനിപ്പോ ഇതൊക്കെ എനിക്കെല്ലാം അറിയാം. വെറും ഒരു ജിം കോച്ചാ നീ. എന്നിട്ടും ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്, ബെൻസ് കാർ, ബോട്ട് ക്ലബിൽ വീടും. എന്തിനാ ഇതൊക്കെ? പണക്കാരനെ പോലെ അഭിനയിച്ച് നീ എന്നെ ചതിക്കായിരുന്നില്ലേ? You bloody fraud. ഐശ്വര്യ, ഞാനെന്തിനാ നിന്നെ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നേ? സിനിമാ നടൻ ആരിക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാ ഞാനൊന്ന് ഫ്ലൈറ്റിൽ പോകാനായിട്ട് ഇടയായത്. ടിക്കറ്റ് ആരി സാറ് തന്നെയാണ് തന്നത്. പിന്നെ ആ ബെൻസ് കാർ അത് VTV ഗണേശേട്ടന്റെയാണ്. നീ ഇപ്പൊ പറഞ്ഞില്ലേ ആ ബംഗ്ലാവിനെ കുറിച്ച്? അതെന്റെ ക്ലയന്റിന്റെ വീടാണ്. അപ്പൊ ഈ കണ്ടതൊന്നും നിന്റേതല്ലേ കാർത്തിക്? എന്റെ അല്ല. ഏ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? നിനക്കും എനിക്കും ഇനി സെറ്റ് ആകില്ല. നമ്മൾ തമ്മിൽ ഒന്നുമില്ല. ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ SMS അയക്കുന്നത്, ഫോൺ ചെയ്യുന്നത്, ഇതൊന്നും നീ ചെയ്യരുത്. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? ഐശ്വര്യ നീ എന്തിനാ?